ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും വരിക, പാട്ടും പാചകത്തിലേക്ക് എല്ലാവരും വരിക. നമുക്കിന്നൊരു മുട്ട ബജി ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വാ. അപ്പോൾ നമുക്ക് മുട്ട ബജിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടുത്താം. കുറച്ച് കടലമാവാണ്, ആവശ്യത്തിന് മൈദമാവ്, അത് കുറച്ച് മതി. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഉലുവാപ്പൊടി, അര സ്പൂൺ കുരുമുളക് പൊടി, അര സ്പൂൺ മുളക് പൊടി, കുറച്ച് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മാവ് സെറ്റായിട്ടുണ്ട്, എല്ലാം യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇരുമ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ്. ഹലോ കൂട്ടുകാരെ, ഇന്നെൻ്റെ കൊച്ചുമക്കളെല്ലാം ഇന്നിവിടെ വീട്ടിലുണ്ട്. അപ്പോൾ അവർക്കിന്ന് മുട്ട ബജി വേണമെന്ന് പറഞ്ഞ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ച് ഒരു മുട്ട ബജി ഉണ്ടാക്കി കളയാം. ഹലോ കൂട്ടുകാരെ, നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാം. മുട്ട ബജിക്കായിട്ട് ഞാനൊരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞു വീഡിയോ ആണ്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഹലോ കൂട്ടുകാരെ, നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. എണ്ണ നന്നായി വാർന്നു പോകണം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ നമുക്കൊരു 2-3 മുട്ട ഉണ്ടെങ്കിൽ നമ്മുടെ കൊച്ചുങ്ങൾക്കെല്ലാം ഇത് മുട്ട ബജി ഉണ്ടാക്കി നമുക്ക് കൊടുക്കാം. ആ ഒരു ഇഷ്ടത്തോടെ കഴിക്കുന്ന ഭക്ഷണമാണിത്. അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യാം. ഹലോ കൂട്ടുകാരെ, ഞാനുണ്ടാക്കിയ മുട്ട ബജിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഹായ് ഹലോ കൂട്ടുകാരെ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നല്ല ഒരു എരിവും കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ്, പിന്നെ എല്ലാ ചേരുവകളുടെ നല്ല ഒരു രുചി ഇതിനകത്തുണ്ട്.
അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് ചെയ്യുക. എല്ലാവർക്കും ഇത് അറിയാവുന്ന സംഭവമാണ്, എങ്കിലും ഞാനിത് ചെയ്തതേ ഉള്ളൂ. അപ്പോഴെനിക്ക് വേണ്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.